ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ സഹോദരരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചന ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത്. സന്യാസ ജീവിതത്തിൽ നീണ്ട 70 വർഷക്കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന സഹോദരി സിസ്റ്റർ ജമ്മയാണ് നമ്മോടൊപ്പം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ജമ്മേ, സ്വാഗതം. ദൈവവിളി അമ്മ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അമ്മേനെ ഞങ്ങൾ ക്ഷണിച്ചത്. അമ്മയുടെ ചെറുപ്പകാലത്തിലേക്ക് നമുക്ക് പോകാം. അമ്മയുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അമ്മ എന്തുകൊണ്ടാണ് സന്യാസ ദൈവവിളി തിരഞ്ഞെടുത്തത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട് കോതനല്ലൂര്, കോട്ടയം ഡിസ്ട്രിക്റ്റ്, ഇടവക കോതനല്ലൂരാണ്. എൻ്റെ വീട്ടുപേര് കണ്ടനാട്ടിൽ നിന്നാണ്. ഞങ്ങൾ വീട്ടിൽ 8 മക്കളാണ്. 4 ആണും 4 പെണ്ണുമായിരുന്നു. ഞാൻ 5ാമത്തെ പുത്രിയ. 3 ആങ്ങളമാർ കഴിഞ്ഞ ഒരു ചേച്ചി, അത് കഴിഞ്ഞ 5ാമത്തെ ഞാൻ. എൻ്റെ ഇളയത് ഒരു സിസ്റ്റർ കൂടെ ഉണ്ട്, റോബർട്ട്, നമ്മുടെ MSc റോബർട്ട് സിസ്റ്റർ. അവരുടെ ഇളയത് ഒരു ജോസ് കുട്ടി ഡോക്ടറാണ്. അവൻ്റെ ഇളയത് ഒരു സിസ്റ്ററും കൂടി ഉണ്ട്, ആലീസ്, നേഴ്സായിട്ട് കാനഡയിലാണ്. ഇളയ അമേരിക്കയിലാണ്. ഞാൻ ചെറുപ്പം മുതലേ തന്നെ സന്യാസത്തെക്കുറിച്ചെന്നുള്ള ഇതിലല്ല, മിഷന് പോകണം എന്നുള്ള സ്കൂളിലൊക്കെ മിഷണറീസ് വന്ന് പ്രസംഗിക്കുന്നവരെല്ലാം കേട്ടിട്ടാണെന്ന് അറിയത്തില്ല. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മിഷന് പോകണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അന്നത്തെ കാലത്ത് ഒത്തിരി പേര് വരുമായിരുന്നു. സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ വൊക്കേഷൻ പ്രൊമോഷനായിട്ട് കൂടുതൽ ആൾക്കാർ വരുമായിരുന്നു. മിഷനിൽ നിന്നൊക്കെ ആൾക്കാർ വരികയും ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉത്സാഹിച്ചുള്ള പ്രസംഗമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയായാലും വളരെ ചെറുപ്പത്തിൽ മുതലേ എനിക്ക് മിഷന് പോകണം, മഠത്തിൽ പോകണമെന്നാ വീട്ടിലെ ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മഠത്തിൽ പോകണം. അപ്പൊ അന്നേരം വീട്ടിലെ എതിർപ്പ് അങ്ങനെ വല്ലതും ഉണ്ട്? ഞാൻ മിഡിൽ സ്കൂളിലായിരുന്നു. അപ്പം പറയാൻ തുടങ്ങി. എന്നാലും എൻ്റെ മൂത്ത ബ്രദർ സാറ പുള്ളി പറഞ്ഞു SSLC കഴിയാതെ വീട്ടിൽ നിന്ന് ഇറക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ SSLC വരെ ഉണ്ടായിരുന്നു. SSLC കഴിഞ്ഞപ്പം തന്നെ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സിക്കായിരുന്നപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഈ നേഴ്സസ് വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ ലൈനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. മെഡിക്കൽ ലൈനിൽ പോകണം, മിഷനിൽ പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ SSLC കഴിഞ്ഞപ്പോൾ ധർമ്മഗിരിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അന്ന് കോട്ടയം അതൊന്നും അറിയത്തില്ല. അമ്മ എങ്ങനെ ധർമ്മഗിരിയിലേക്ക് വരാൻ കാരണം? സത്യജീവിതത്തിൽ അച്ഛൻ അഡ്വർടൈസ് ചെയ്തിരുന്നു. അമ്മ നാളുകളിൽ സത്യദീപൊക്കെ അമ്മയുടെ വീട്ടിൽ വരുത്തുമായിരുന്നോ? ഇല്ല, എൻ്റെ വീട്ടിലെ എൻ്റെ ചേച്ചീനെ മംഗൾക്കരിയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. എൻ്റെ ചാച്ചനും ചേച്ചിയെ കാണാൻ ആ വീട്ടിൽ ചെന്ന ദിവസം മംഗൾക്കരിയിലെ ഒരു വലിയച്ഛനുണ്ട് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ അച്ഛൻ്റെ വീടാണ്. അച്ഛനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെക്കുറിച്ച് ചേച്ചിയുടെ അറിയാതായി ഞാൻ. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ചാച്ചൻ പറഞ്ഞു നടത്തിപ്പാനായിട്ടൊക്കെ ഇരിക്കുക. അപ്പം അച്ഛൻ ഈ സത്യദീപം എടുത്ത് എൻ്റെ ചാച്ചൻ്റെ കൊടുത്തു. ആ സത്യദീപം 2 കുട്ടികളെ കൂടെ ഉടനെ ആവശ്യമുണ്ടെന്നാ. അപ്പോൾ അപ്പോൾ അത് മെഡിക്കൽ ലൈനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എഴുതി തന്നപ്പം നമ്മുടെ പഞ്ഞിക്കാരൻ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെടുക്കാം. അമ്മ 1949 വന്നത്. ഞാൻ 49 വന്നത്. ഞാൻ ആദ്യത്തെ ബാച്ചൊന്നുമല്ല, ഞാൻ 4ാമത്തെ ബാച്ച്. അപ്പോൾ അച്ഛൻ എഴുതി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാം പറഞ്ഞു. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞങ്ങളുടെ അവിടുന്ന് എറണാകുളത്ത് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ്റെ അരി അന്നത്തെ ചന്ദ്രാളമ്മ ഇൻഫൻ്റാമ്മ അച്ഛൻ്റെ അരി നിൽപ്പുണ്ട്, അച്ഛനെ നോക്കാൻ നിൽക്കുന്നു. അപ്പം എന്നെ കണ്ടപ്പം അച്ഛൻ പാറ്റ്നയിലേക്ക് നേഴ്സിങ്ങിനിടെ ഞങ്ങൾക്ക് മെഡിക്കൽ ലൈനിൽ ഇഷ്ടമാണെങ്കിലേ എടുക്കുള്ളൂ.
അതുകൊണ്ട് വരുന്ന പിള്ളേരെ എല്ലാം ആദ്യം പഠിപ്പിക്കാൻ വിടും. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. കാലഘട്ടത്തിൽ മെഡിക്കൽ ലൈനിൽ ഏതെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് വേണം, അതൊരു എടുക്കല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ 15 പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് 2 പിള്ളേരെയും കൂടെ തികയാനുള്ളപ്പോൾ അർജൻറ്റായിട്ട് 2 കുട്ടികളെ കൂടെ ആവശ്യമുണ്ടെന്ന് സത്യത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാണ് ഞാൻ അച്ഛനെ കാണാൻ ചെന്നു. ഞാനൊരു ബുധനാഴ്ച ചെന്ന്, അപ്പോൾ സെൻറ്റ് ജോസഫിൻ്റെ ഡേ ആണ്. അച്ഛൻ പറഞ്ഞു സെൻറ്റ് ജോസഫ് ഡേ ആണ്, അടുത്ത ബുധനാഴ്ച ധർമ്മത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമൊക്കെ തന്ന് വഴിയൊക്കെ പറഞ്ഞു തന്ന് വിട്ടു. അപ്പോൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പോകാണ്ടിരിക്കുന്ന ആളാരും തടഞ്ഞൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദൈവവിളിയെക്കുറിച്ച് മക്കളെ നടത്തി വിടാനോ അച്ഛനാകാൻ വിടാനൊക്കെ വളരെ ആഗ്രഹമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് അതിന് പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിദ്യാഴ്ച ധർമ്മയിൽ ചെന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഈ ബാക്കി പിള്ളേരെല്ലാം ആസ്പിറൻഷിപ്പ് 6 മാസം കഴിഞ്ഞ് വെച്ച് വീട്ടിൽ പോയിരിക്കുക, അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ലീവിന് പോയിരിക്കുക. അപ്പോൾ അവിടെ ആകെ ഒരു സിസ്റ്റർ തെയോഫിനമ്മയും ഒരു ഞങ്ങൾ വാച്ചിലെ ഒരു സീനിയേഴ്സ് ആസ്പിറൻറ്റും ഉള്ളൂ. ആ മഠത്തിൽ അത്രേ ഉള്ളൂ ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ഇപ്പോൾ ഉള്ള ആ പഴയ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവിടുത്തെ അച്ഛൻ്റെ മുറിയൊക്കെ ഉണ്ടല്ലോ, ആ കെട്ടിടാന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പനമ്പൻ്റെ ഒരു വാതിൽ അത് തുറന്ന് വെട്ടിയൊക്കെ വെച്ച് അങ്ങനെ വളരെ ലളിതമായൊരു ജീവിതം. അപ്പോൾ അവിടെ ചെന്ന് പറ്റിയൊക്കെ വെച്ചു. ഞാൻ അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേനും കൂട്ടുകാരൊക്കെ വന്നു തുടങ്ങി. പിറ്റേ മാസം അമ്മയുടെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ ബാച്ചിൽ നിമിഷത്തിൽ 8 പേരാണ്. നിങ്ങൾ എത്ര പേരാണല്ലോ അന്ന് പഠിക്കാൻ പോയത്? 15 പേരാണോ? പഠിക്കാൻ പോയത് 15 പേരല്ല, അത് കുറേ പേര് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ലീവിന് വന്നവരും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അന്നേരം അമ്മയുടെ കൂടെ ഒരാളും കൂടെ 2 പേരെയല്ലേ അച്ഛൻ സത്യദീപത്തിലൂടെ ചോദിച്ചത്? അപ്പൊ ഒരാള് ആരായിരുന്നു? മറ്റേ ആള് സിസ്റ്റർ ബർണഡറ്റ് മരിച്ചുപോയി. അങ്ങനെ 2 പേരും അവസാനം വന്നവർ. മറ്റേ അമ്മ ഏത് മാസമാണ് അന്നേരം വന്നത്? 1949 എത്രാമത്തെ മാസമാണ്? ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മാസത്തിൽ വന്നു. അതിനുശേഷം എന്നാണ് അമ്മ പഠിക്കാനായിട്ട് പോയത്? ഒക്ടോബറിൽ പോയി. അച്ഛൻ 1 മാസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. അപ്പോൾ അച്ഛൻ്റെ മുറിയിൽ ഞങ്ങൾ വിസിറ്റ് പ്രയർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു വിസിറ്റ് പ്രയർ കഴിഞ്ഞിട്ട് സ്തുതി എല്ലാം തരും. അച്ഛൻ അങ്ങനെ എഴുന്നേറ്റ് ഒത്തിരി നടക്കാനൊന്നും മേല അവസരമല്ലേ. അപ്പോൾ അച്ഛൻ്റെ അതിൽ ചെന്ന സ്തുതിയല്ലോ സ്നേഹപൂർവ്വം. അപ്പം ഞങ്ങൾ അമേരിക്കൻ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിൽ പഠിക്കാൻ പോണേ. അപ്പോൾ അവിടെ ബട്ടർ തേച്ച ബ്രെഡും ജാം അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അവിടെ ഫുഡ് നല്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ ഞങ്ങളെയും ബട്ടർ കണ്ടിട്ടില്ലാത്ത കടകത്തികളല്ല. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രെഡും ബട്ടറും അല്ല, അല്ല കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ഒക്കെ അതിന്. അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡ് തിന്നാൻ ബട്ടർ തേച്ച ബ്രെഡ് തിന്നാൻ പഠിപ്പിച്ചു അച്ഛൻ. അച്ഛനെ കാണാൻ സ്ഥിതിയിലാണ് ചിലപ്പോൾ ഒരു ബ്രെഡ് മുഴുവൻ തരാനില്ല. അതുകൊണ്ട് മുറിച്ച് ഓരോ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ നല്ല ഓരോ കഷ്ണം തരാം. അങ്ങനെ സ്നേഹവായ്പകളെ അച്ഛൻ ഞങ്ങളോട് മാറിയതാണ്. പിന്നെ അച്ഛൻ അന്നത്തെ കാലത്ത് എനിക്കിത് ഡയറക്ടറാണെന്നോ പൗഡറാണെന്നോ അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല. SSLC കഴിഞ്ഞു അങ്ങനെ കാര്യം ആരാധനോടൊക്കെ സ്കൂളിലാണ് പഠിച്ചെങ്കിൽ അവരങ്ങനെ വൊക്കേഷനെ കുറിച്ചൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എന്താണ് അമ്മയ്ക്ക്? അമ്മയുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായാതെ നിൽക്കുന്ന ചില ഓർമ്മകളൊക്കെ. എറണാകുളത്ത് കാണാൻ ചെന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് പോരണമെന്ന്. അച്ഛൻ്റെ ഒരു സന്ദേശം അതായിരുന്നു എന്നോടുള്ള. പിന്നെ ഞങ്ങളിങ്ങനെ ബ്രെഡൊക്കെ മേടിച്ചതിന് സുധിയിലൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമാണല്ലോ നല്ല വിധത്തിൽ അച്ഛന്. പിന്നെ അച്ഛനോട് അത്ര കൂടുതൽ അടുത്തങ്ങനെ ജീവിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞ് നവംബർ 4-ന് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തല്ലോ അല്ലേ? ഞങ്ങൾ പാറ്റ്നയിൽ പഠിച്ചോണ്ടില്ല. ഞങ്ങൾ ഒക്ടോബറിൽ പോയില്ലേ, 49 നവംബറിൽ അച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്നത്തെ പ്രാർത്ഥനകള് അന്നത്തെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ
ആ ഒരു സന്യാസത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനായിട്ടുള്ള ജീവിത രീതിയിലേക്ക് ഒരു മാസം 2 മാസം ഒക്കെ ജീവിക്കുമ്പോൾ അവിടെ രാവിലെ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു. കുർബാനയൊന്നും അവിടെ ഉണ്ട്. അച്ഛനേലേക്ക് നേരത്തമായിരുന്നു കുർബാനയിലും. പിന്നെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അവിടെയാണെങ്കിലും ഒരു സൗകര്യങ്ങളൊന്നും ഇന്നത്തെ കറണ്ട് പോലും ഇല്ല ഞങ്ങളടുത്ത് ചെറുപ്പകാലത്ത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പിടിച്ച് കൂസപ്പൂക്കും മരവും, പിന്നെ അവിടെ ഒരു വലിയ കിണറുണ്ട്, ആ കിണർ ഇപ്പോഴും ഉണ്ട്. അതിനകത്തുനിന്ന് വെള്ളം കറണ്ട് പൈപ്പും കണക്ഷനൊന്നും അല്ലല്ലോ. വെള്ളം കയറൊക്കെ ആയിട്ട് വെള്ളം കോരി ഞങ്ങൾക്കൊക്കെ വരുമ്പോൾ ഒരു അലൂമിനിയം കുടമുണ്ട്. ഞങ്ങൾക്ക് ലിസ്റ്റ് തരുന്നതിനകത്തുള്ളതാണ് കുടം. അപ്പോൾ ആ കുടമായിട്ട് വെള്ളത്തിന് പോകണതും എടുക്കുന്നതും കുടിക്കുന്നതൊക്കെ അങ്ങനെ സിമ്പിൾ ലൈഫ്, ഒരു വില്ലേജ് ലൈഫ്. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആ ഒരു വേദനകള്, ആ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാ അമ്മ ഓവർകം ചെയ്തത്? എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു വിഷമമില്ലായിരുന്നു. വൈകിട്ട് പോരുന്നതിൻ്റെ തലേദിവസം രാത്രി കൊന്തയില്ലിപ്പം എല്ലാവരും കരുന്നു, ഞാനും കരുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല സങ്കടമൊക്കെ ഉണ്ടെങ്കിലും കാണിക്കില്ല. പള്ളിപ്പോക്കാരൊക്കെ പിന്നെ പറയുമായിരുന്നു നമ്മൾ പള്ളിയിലേക്ക് പോണ വഴിക്ക് മറിച്ചിലും കരച്ചിലും ഒക്കെ അത്. പക്ഷെ എൻ്റെ മുൻപായിട്ടൊന്നും സങ്കടമൊന്നും കാണിച്ചിട്ടില്ല. അമ്മയുടെ ഫസ്റ്റ് പ്രൊഫഷൻ, ഫൈനല്, വെസ്റ്റേഷൻ, അതൊക്കെ കുറിച്ചുള്ള അമ്മയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രൊഫഷൻ എന്നാണ് പഠിച്ചു കഴിഞ്ഞ് വന്ന ആണ് ഫസ്റ്റ് ഇന്റേൺഷിപ്പും. അത് കഴിഞ്ഞ് ആവശ്യമായിട്ട് ഒരു വലിയുള്ളൂ. ഫസ്റ്റ് പ്രൊഫഷൻ 1953 പിന്നെ എപ്പോഴും. എത്ര പേരുണ്ടായിരുന്നു അമ്മയുടെ ബാച്ചില്? നമ്മുടെ ബാച്ചിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പഠിച്ചത് 8 പേര്. അവരിൽ ആരൊക്കെയാണെന്നൊന്ന് പറയാവോ? എല്ലാവരും, അമ്മ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചു പോയി. ലയോണി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നേഴ്സാണ്. ഫ്ലോറൻസ് നേഴ്സാണ്. അന്ന് ബാർബര എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു, വൈകാതെ. പിന്നെ എലിസബത്ത് സിസ്റ്റർ, ആഞ്ഞു വളറി, പിന്നെയുള്ളവരെല്ലാം 4 ഫാർമസിസ്റ്റും 4 നേഴ്സസുമായിരുന്നു. അമ്മ അന്നേരം വെസ്റ്റേഷൻ കഴിഞ്ഞ ആദ്യത്തെ അമ്മയുടെ പ്രേക്ഷിത മേഖല, പ്രേക്ഷിത യാത്ര എങ്ങോട്ടായിരുന്നു? ആദ്യം കോതമംഗലത്ത് നമുക്ക് കർമ്മേലിൽ ആശുപത്രി ഉണ്ടെങ്കിലും കോതമംഗലത്ത് ആശുപത്രിയില്ല, ടൗണില് ഉള്ള സ്ഥലത്തൊന്നുമില്ല. അവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയുടെ ഉള്ള മെയിൻ റോഡിലെ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യം അവിടെയാണ്. അപ്പോൾ ആദ്യം പോയ 2-3 പേരിൽ ഞാനും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ദയോഫിൻ മദർ, പിന്നെ ഫ്ലോറൻസും ദയോഫിനും ഞാനും. ഞങ്ങൾ നടന്നാ പോണത്. നമ്മുടെ കർമ്മേരിയിൽ നിന്ന് കോതമംഗലം ടൗൺ വരെ മഴയാണേലും വെയിലാണേലും നടന്നു പോയി. അവിടെ പോയി ആദ്യം ഞങ്ങൾ ജലമ്മ മേശോട്ടൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ പാൽപ്പൊടി കലക്കി റോഡ് സൈഡിൽ പാവങ്ങളെ വെച്ച് പാല് കൊടുക്കും. പാൽപ്പൊടി കലക്കി അങ്ങനെയാണ് തുടക്കം. അങ്ങനെയാണ് നമുക്ക് മരുന്നുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് അപ്പം ആളുകൾ നമ്മളെ കുറിച്ച് അറിഞ്ഞല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഒരു മുറിയിൽ ആ ഒരു വാടക കെട്ടിടത്തിനകത്ത് തന്നെ ഒരു ചെറിയ ഡിസ്പെൻസർ പോലെയൊക്കെ ഇച്ചിരി മരുന്നൊക്കെ കൊടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പം അതിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴും കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റിലൊരു വീടുണ്ട്, പാലക്കാടിൻ്റെ. അത് വാടകയ്ക്കെടുത്ത് അന്ന് ഞങ്ങൾ ആ വീട്ടിൽ മാറ്റി അവിടെ ഒരു ഡോക്ടറെയൊക്കെ കിട്ടിയത് അമ്മയിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ ഡോക്ടർക്ക് ഒരു കാറുണ്ട്, അതിൽ ഞങ്ങളെല്ലാവരും കൂടെ വർക്ക് ചെയ്യാറുള്ളവരെ കൂടെ കയറി ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ മെഡിക്കലിൽ അവിടെ തുടങ്ങുന്നത്. അമ്മ ഇതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും തുടങ്ങാനായിട്ട് അമ്മയ്ക്ക് തുടങ്ങിയ ഓർമ്മയുണ്ട്? എറണാകുളം ലിസി ഹോസ്പിറ്റല്. അങ്ങോട്ട് ആരൊക്കെയാണ് നേരം പോയത്? ഞാനും അതിരായിസന്ത് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ മെമ്പർ. ഞങ്ങൾ അമ്മ എൻ്റെ ന്യൂസ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെയാണല്ലോ അമ്മയും ഞാനിവിടെ ആദ്യം പോകുന്നത്. ഒരു ബസ് കയറി തലേ ദിവസം പോയി സെൻറ് മേരീസുകാരുടെ ഒരു സ്കൂള് അവിടെ ടൗണിലുണ്ട്. അവിടെ ഒരു രാത്രി കിടന്ന ഒരു സ്കൂൾ. അന്നിങ്ങനെ
ആവൃതമൊക്കെ ആരുടെയും മഠത്തിനകത്തൊന്നും കയറ്റുകയില്ല, നമ്മൾ കയറ്റുകയില്ല, ഭക്തന്മാരെ പോലും ഒന്നും കയറ്റുകയില്ല. അപ്പോൾ അവരുടെ സ്കൂളിൽ 2 ബെഞ്ച് പിടിച്ചിട്ട് വന്നു. രാത്രി ഞങ്ങൾ ആ ബെഞ്ചിൽ കിടന്ന് പിറ്റേ ദിവസം നമ്മളവിടെ ഒരു 25 സെൻറ്റ് സ്ഥലവും ഒരു പഴയ വീടും കൂടെ ഒരാളോട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതാണ് ഇപ്പോഴും അവിടെ ശ്രീകൃഷ്ണ എന്ന് അറിയപ്പെടുന്ന മഠം. അവിടെ പോയി തുടങ്ങി. അവിടെയായിരുന്നു ആദ്യത്തെ ക്ലിനിക്ക്. അതിൽ നിന്നാണ് പിന്നെ അപ്പുറത്തേക്ക് പല വാടക കിട്ടുന്ന മാറി ഇപ്പോൾ ഉള്ള ലിസിയുടെ ഭാഗത്തിലാക്കി. അപ്പോഴത്തേനും കണ്ടെത്തി പിതാവിന് കൊച്ചുലിസാപ്പുണ്ണിയോട് വളരെ ഇഷ്ടമായിരുന്നു. അവിടെ ലിസി എന്ന് പേരിട്ട് ആ കെട്ടിടമൊക്കെ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് അറിയപ്പെടാൻ തുടങ്ങിയെങ്കിലും നമ്മൾ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഡോക്ടർ സിസ്റ്റർ MBBS കഴിഞ്ഞിട്ട് സിസ്റ്റർ ലിസി എന്ന് പറയുന്ന ഡോക്ടർ മടത്തി ചേർന്ന MBBS കഴിഞ്ഞാൽ സിസ്റ്റർ ഉൾപ്പെട്ടപ്പം ലിസി എന്നാണ് പേരിട്ട്. സിസ്റ്റർ ഓട്ടിന് ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ ഈ ലിസി ഹോസ്പിറ്റലിലേക്കാണ് വർക്ക് ചെയ്യാൻ പോയത്. അവിടെ 15 കൊല്ലം ഈ ലിസി ഡോക്ടർ ജോലി ചെയ്തു. 15 കൊല്ലമായപ്പം ക്യാൻസർ പിടിച്ച് അവിടെ തന്നെ മരിച്ചു. ഫ്യൂണലിന് ഗോതമ്പത്തേക്ക് കൊണ്ടുവന്നു. അമ്മ അതുപോലെ അമ്മയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു മിഷണറി ആകണം എന്ന്. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഈ മിഷൻ പ്രദേശമല്ലാതെ പുറത്ത് എവിടെയെങ്കിലും പോയി മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യാൻ സാധിച്ചു? ഞാൻ ജമ്മു കാശ്മീരിലെ മിഷൻ തുടങ്ങുന്ന അന്ന് പ്രൊവിൻസ് ഒന്നും തിരിഞ്ഞിട്ടില്ല. അപ്പം ഞാനാണ് ആദ്യം അവിടെ പോയത്. ആദ്യത്തെ സുപ്പീരിയറായി 7 കൊല്ലം ഞാനവിടെ. പിന്നെ ഞങ്ങൾ 2-3 പേര് പൈസ് ഡോക്ടർ വർക്ക് ചെയ്തു. നമ്മുടെ സിസ്റ്റേഴ്സ് 2-3 പേര് അവിടെ വർക്ക് ചെയ്തു. ആദ്യ സിസ്റ്റർ അമ്മ ഏത് കൊല്ലമാണെന്ന് വല്ലതും ഓർക്കുന്നുണ്ടോ? 1985-ലാണ് ഞാൻ ജമ്മു കാശ്മീർ പോയത്. അവിടെയുള്ള അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അമ്മയുടെ ദൈവ പരിപാലനയെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട്, ആ ദൈവത്തിലുള്ള ആശ്രയം എങ്ങനെയായിരുന്നു അമ്മ മുമ്പോട്ട് വെച്ചത്? എനിക്ക് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറിലാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എങ്ങനെയാണോ ജമ്മുന്ന് അവിടെ ജമ്മു എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജമ്മായല്ലേ, എനിക്ക് അതിനോടൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നി. ജമ്മുവിൽ തുടങ്ങുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന് അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ ആഗ്രഹം പറഞ്ഞതനുസരിച്ച് എന്നെ അങ്ങോട്ട് വിടുക. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ അതിനെക്കുറിച്ചൊരു ഇതൊന്നുമില്ല. എന്നാലും അവിടെ കിടക്കുന്ന സമയത്ത് യുദ്ധം തുടങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് തലേദിവസം രാത്രിയിൽ. അപ്പോൾ യുദ്ധം തുടങ്ങിയത് ഞങ്ങളെല്ലാം അവർ ഒരു പാലമുള്ളൂ പാകിസ്ഥാനായിട്ട് വ്യത്യാസം. പാകിസ്ഥാൻകാർ ആ പാലം തകർത്താൽ നമ്മൾ അവരുടെ പിടിയില്ല. അത്രയ്ക്ക് ഡേഞ്ചറായിട്ട് എല്ലാം പൂട്ടിക്കെട്ടി താക്കോൽ തലകളൊക്കെ വെച്ച്. അപ്പോൾ അവർ പറഞ്ഞ് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഒരു അലാറം വലിയ സൈറൻ വരും, നമുക്ക് ആംബുലൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കഴിയുന്നത് രക്ഷപ്പെടാൻ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമുക്കുള്ളതൊക്കെ പൂട്ടിക്കെട്ടി ഇച്ചിരി പൈസ ഒരു ബാഗിനകത്താക്കി തലയിളക്കിൽ അതും വെച്ചാൽ. അപ്പം ലിലിയാന്ന് പറഞ്ഞ് മരിച്ചുപോയ സിസ്റ്ററുണ്ട്, മമ്മ. ഞാൻ സുഖം മമ്മയുടെ തന്നെ പണയിരുന്ന ഞങ്ങൾ താമസിച്ച് കയറുമ്പോൾ ഒരാൾ പുറകിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും 1000 രൂപ എടുക്കാത്തത്. അത്രയ്ക്ക് ധൈര്യപൂർവ്വം. അപ്പൊ എങ്ങനെയാണ് ജമ്മ എന്നുള്ള പേരെടുക്കാൻ കാരണം? ജമ്മ എനിക്ക് ജമ്മ പുണ്യവതിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴോ ഇങ്ങനെ ആസ്പെക്റ്റായിട്ട് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തലമുട്ട് തരുന്ന അന്ന് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജമ്മ പേരെടുക്കാം. എന്നാലും ജമ്മ ഒരു സിറ്റിയായിരുന്നു. അപ്പോൾ അവളെ മടങ്ങളിൽ ചെന്നിട്ട് എടുക്കുകയില്ല. അവൾക്ക് അതുകൊണ്ട് ബാക്കിന്ന് സ്പൈന് അതുകൊണ്ട് കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ മടത്തിൽ ചേരാൻ ചെന്നിട്ട് എടുക്കുകയില്ലെന്ന് വന്നപ്പം അവൾ തന്നെ വീട്ടിലിരുന്ന് അതൊരു പീഡാനുഭവ ഇതാൻ പറ്റിയ സന്യാസറിയാൻ പറ്റിയ. അപ്പം അവരുടെ ഡ്രസ്സ് അവൾ തന്നെ തയ്ച്ചിട്ടു. ഒരു വീട്ടിലിരുന്ന് തപസ്യം പ്രാർത്ഥിച്ച് അന്തരീക്ഷമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പഠിത്തത്തൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇച്ചിരി സിറ്റില്ല. അപ്പോൾ എന്നെ ചിലപ്പോൾ എടുക്കലായിരിക്കും കിട്ടി പറഞ്ഞ് വിടുവായിരിക്കും എന്നൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അത് കാരണം ഇങ്ങനെ പോയ ഒരു സിസ്റ്ററിനോട് എനിക്കൊരു സ്നേഹം. അപ്പം ഞാൻ ആ പേരെടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അമ്മയ്ക്ക് ഇന്നത്തെ സന്യാസവും പഴയകാലം നിങ്ങൾ ജീവിച്ച ആ സന്യാസവും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഒരു ഇപ്പം അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? നമ്മൾ അന്നത്തെ കാലം ഇന്നത്തെ കാലമായിട്ട് ജനറേഷൻ തന്നെ വളരെ വ്യത്യാസം. പിള്ളേർ വീട്ടിൽ പഠിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ.
അതനുസരിച്ച് മഠത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, അതോ അതിനെ അമ്മ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? ഞാനിപ്പോൾ അവരുടെ വീട്ടിലല്ല. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഡെവലപ്മെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ മരുന്ന് മക്കളോട് ഞങ്ങളോടൊക്കെ ഉള്ള സ്ട്രിക്ട്നെസ് കാണിച്ചാൽ അവിടെ തീർക്കൊന്നുമില്ല, നിൽക്കില്ല. അപ്പം അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരു വിലക്ഷണം തോന്നുന്നില്ല. പിന്നെ അമ്മയുടെ ഈ നീണ്ട കാലം അമ്മ ഹോസ്പിറ്റലുകളിൽ ജീവിച്ചു. അപ്പൊ രോഗികളോടൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ ചെന്ന ശേഷം ചില സ്ഥലങ്ങളിൽ നിങ്ങൾ തന്നെ ഡോക്ടർ, നേഴ്സ്, ബാക്കി അറ്റൻഡർ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതൊക്കെ എങ്ങനെയാണെന്നോ അന്നത്തെ കാലത്തിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ദൈവാനുഭവം എങ്ങനെ എനിക്ക് സാധിച്ചു? ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം തുടങ്ങുന്ന കാലത്തൊക്കെ ലിസി ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാലത്താണെങ്കിലും കക്കൂസ് കഴുകാനും രോഗികൾ ചട്ടയിട്ടോ ഗ്ലാസ് ഇട്ടോ ബ്ലോക്ക് ആക്കിയാൽ എടുക്കാനൊന്നും അന്ന് ഇപ്പോഴുള്ളതുപോലെ സർവൻസൊക്കെ സൊസൈറ്റീസ് ഒന്നുമില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനാണ് ജൂനിയർ ഉള്ളതിൽ. പിന്നെ പോയിട്ട് പതറാം രണ്ടുപേരും കൂടെ തന്നെ ആകുമ്പോൾ അപ്പോൾ അതിനകത്തൊക്കെ കൈയിട്ട് വാരി അതുപോലെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനകത്ത് ഇറങ്ങിയിരുന്ന ന്യൂഷക്കാർക്ക് പോലും ഒരു പന്നി വളർത്തുന്ന ഒരു ഇതായിരുന്നു അന്ന് ആളുകൾ. പന്നീനെ വളർത്തുമല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഇറങ്ങുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് അതിനോടൊന്നും അക്കാലത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ മുമ്പിൽ ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ ഇറങ്ങും. നോഷിറ്റൊക്കെ നമ്മുടെ ഇപ്പോൾ ഉള്ള ജനറേറ്റീവ് തന്നെ ജനറൽ പണ്ടത്തെ നർമ്മരി. എങ്ങനെയായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതോ പ്രാർത്ഥന പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് രാവിലെ കുർബാന കഴിഞ്ഞ് കാപ്പ് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജോലിയാണ്, അധികം ആളുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നും ഞങ്ങളുടെ നോഷറ്റുകാർക്ക് പോലും ധർമ്മേരിയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് ചെറിയ, അതിൻ്റെ വർക്ക് ഞങ്ങളുടെ നോഴ്സ് മിസ്റ്റേഴ്സാണ് അവിടുത്തെ നേഴ്സ്. അപ്പം ഞങ്ങളെല്ലാം ക്വാളിഫൈഡ് ആൻസറാണല്ലോ. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പേഷ്യൻസിൻ്റെ ഇത് പോകില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണ്ട ഹെൽപ്പെല്ലാം ആശുപത്രിയിലെ ഹെൽപ്പൊക്കെ വൃത്തി ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ പണിയായിരുന്നു ഞങ്ങൾക്ക് നോഷറ്റുകാർക്ക് പോലും. അമ്മയ്ക്ക് ഇന്നത്തെ ഈ സമൂഹത്തോട്, ഞങ്ങളെ പോലെയുള്ള പുതിയ തലമുറയ്ക്ക് പുതിയ എന്തെങ്കിലും സന്ദേശം പറയാനാണ്? നമുക്കിപ്പം എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടും ഇപ്പോഴത്തെ കാലത്ത് അപ്പനോടും അമ്മയോടും ഒക്കെ നമ്മൾ പറയണം, അവർ കേൾക്കണ വിധത്തിൽ അത്രയ്ക്ക് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അടുത്ത് വന്നു കഴിഞ്ഞിട്ടും അതിന് ആ ലെവലിലൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. അവർക്ക് അനുഭവമല്ല. അപ്പോൾ എനിക്ക് നമുക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്രയാണെങ്കിലും ദൈവത്തിന് വേണ്ടി വില ചെയ്യാനായിട്ടെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ്. അപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മളെ ആരും താരത്തോണിയിലിട്ട് ആട്ടുമൊന്നുമില്ല. നമുക്ക് പല വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒക്കെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം തിരുമനസ്സാകുന്നതേ നമുക്ക് അനുഭവിക്കേണ്ടി വരുള്ളൂ. അതിനുള്ള ശക്തി തമ്പുരാൻ തരും. വിളിച്ച തമ്പുരാൻ അതിന് ഉള്ള ശക്തി നമുക്ക് തരും. അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ തോന്നുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതിനും ശക്തി കിട്ടും. അങ്ങനെ ഒരു സന്ദേശമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു അമ്മേ.